തൂർത്തിനകത്ത് കല്ലോ എന്തോ സാധനം കെട്ടി തലയ്ക്കും ഒക്കെ അടിക്കുകയാണ്. തലയിൽ മദ്യപാനം കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് തൻ്റെ കുട്ടിന് ശബ്ദമില്ല, വിന്നടിക്കുന്ന എൻ്റെ തലയ്ക്കാണ്. എൻ്റെ പ്രായത്തെ പോലും മാനിക്കാത്ത രീതിയിൽ നിന്ന് സത്യം പറഞ്ഞാണ്. ഈ തിമില എന്ന് പറയുന്ന സാധനമുണ്ട്, അതിങ്ങനെ നീളമുള്ള സാധനമാണ്. അതിങ്ങനെ അടിച്ചടിച്ചാൽ പോകുന്നത്. അതിന് വലിയ സൗണ്ടൊന്നുമില്ല, അത് ചെറിയ സൗണ്ടേ ഉള്ളൂ. അതിൻ്റെ സൗണ്ട് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ. നമസ്കാരം, എൻ്റെ പേര് ജവഹർലാൽ. ഞാൻ തേവലക്കര മേജർ ദേവി ക്ഷേത്രത്തിൻ്റെ ഉപദേശ സമിതിയുടെ സെക്രട്ടറിയാണ്. ഇതിൻ്റെ മുൻ സെക്രട്ടറിയായ വിജയൻപിള്ള ഇന്നലെ ഈ ക്ഷേത്രത്തിനകത്ത് അതിക്രമിച്ച് കിടന്ന് ക്ഷേത്ര ജീവനക്കാരനെ തോർത്തിനകത്ത് ഓട് കെട്ടി മാരകായുധമാക്കി അടിച്ചതാണ് ഇവിടുത്തെ കേസ്. എൻ്റെ പേര് വേണുഗോപാൽ. അച്ഛൻ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരനായിരുന്നല്ലേ? ആയിരുന്നു. 2006 പെൻഷൻ പറ്റി. എന്തോ ശരിക്കും സംഭവിച്ചത് ഞാനും ശിവേലിക്കാണ്. അയാൾക്ക് നേരത്തെ സംഭവിച്ച അയാൾ എന്ത് വിരോധമാണെന്ന് എനിക്കറിയില്ല. അതിന് മുമ്പ് ഞാൻ ഇന്നലെ ഉച്ച ശിവേലിക്ക് 10:45 കഴിഞ്ഞ് വെളിയിലോട്ട് എഴുന്നള്ളിക്കുമ്പോൾ ഈ കക്ഷി ഉടുപ്പിടാതെ അധികം മദ്യപാനം കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് തൻ്റെ കുട്ടിന് ഒരു ശബ്ദമില്ല, താൻ മുതുകാളെ മെനക്കെടുത്തുന്ന ഒരു സമ്പ്രദായക്കാരനാണ്, അതുകൊണ്ട് താൻ ഇന്നിപ്പോൾ കഴിഞ്ഞിട്ട് മേലിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പൊക്കോണമെന്ന്. ഞാൻ പറഞ്ഞു താൻ അങ്ങോട്ട് മാറുന്നില്ല. ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾ ദേവി എഴുന്നള്ളിച്ച് വരുന്ന എൻ്റെ മഹിമ കാണിക്കേണ്ട കടമ എന്നിലുള്ള. ഞാൻ പറഞ്ഞു താൻ അങ്ങോട്ട് മാറുന്നില്ല, ഞങ്ങളിത് കഴിയട്ടെ എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് സംസാരിക്കുക, എന്തോ വേണമെങ്കിലും ആകാം, കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 വലത്ത് വെച്ചു. അപ്പോൾ ആദ്യത്തെ വലത്ത് കഴിയുമ്പോൾ തിരുമേനി മേശാന്തി അകത്ത് പോകും. അന്നേരം അദ്ദേഹം ചെന്നപ്പോൾ ഇവൻ ഷർട്ടും ഒക്കെ ഇട്ട്, ആദ്യം വന്ന വേഷം മാറി ഷർട്ടും ഒക്കെ ഇട്ട്, പിന്നെ നല്ല മുണ്ട്, നല്ല ഉടുപ്പ്, ഒരു തോർത്തുമായിട്ട് വടക്കേ വാതിലിൻ്റെ അവിടെ വന്നു നിന്നു. അപ്പോൾ മേശാന്തി ചോദിച്ചു എന്താ വന്നേ? ഒന്നുമില്ല, കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ നിന്നു. തിരിച്ച് ഞങ്ങൾ 2-3 വലത്ത് വെച്ച് അകത്ത് വന്നപ്പോൾ കയറിയപ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്ന കണ്ടു. പിന്നെ എന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞ് നിന്നോടല്ലയോ പറയുന്നേ, നീ മേലിൽ ഈ ക്ഷേത്രത്തിലെ ജോലിക്ക് നീ വരികയും ചെയ്യരുത്, വന്നാൽ നിന്നെ ശരിയാക്കും, മാടയോടെ. ഞാൻ പറഞ്ഞു ഇയാളുടെ പാട് നോക്കി പോടും എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് നടന്നു. അപ്പം ഇയാളൊക്കെ തൂക്കിയിട്ടിരുന്ന തോർത്തെടുത്ത് എന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. അടി എൻ്റെ പുറത്തുനിന്ന് നടുവിനും കൊണ്ടപ്പോഴാണ് അറിയുന്നത് കല്ല് കെട്ടിയ തോർത്തായിരുന്നു അതെന്ന്. അടി എൻ്റെ കൊണ്ട് ഞാൻ വല്ലാതെ അവശനായി. എൻ്റെ വിന്നടിക്കുന്ന എൻ്റെ തലയ്ക്കാണ്. വലുതായിട്ട് അടി കൊള്ളാതിരിക്കാൻ പെട്ടെന്ന് കൈ വെച്ചുകൊണ്ട് അടി വലുതായിട്ട് കൊണ്ടില്ല, കയ്യിലും കൂടെ തട്ടി തലയെ തട്ടിയത്. അപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ. അപ്പോഴെൻ്റെ കൂടെയുള്ള ജോലിക്കാർ കണ്ടപ്പോൾ അവർ ഓടി വന്നു. ഇവൻ എന്നെ പുഴുത്ത ചീത്ത വിളിച്ചും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇവൻ്റെ കൂട്ടുകാരനെ ആയിരുന്നു അവിടെ എനിക്ക് മുമ്പ് നിന്ന ജോലിക്കാരൻ, പകരം നിന്ന ജോലിക്കാരൻ. ഇയാളുമായിട്ട് ഭയങ്കര മദ്യപാനവും എല്ലാ ചെമ്മാടിത്തരങ്ങൾക്കും കൂട്ടാണ് അവർ തമ്മിൽ. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിൻ്റെ പ്രകോപനവും എന്നെ എങ്ങനെ അടിച്ചോടിച്ചാൽ ഞാൻ പോകുമല്ലോ, അപ്പം മറ്റേയാളെ വീണ്ടും വിളിച്ചിവിടെ നിർത്താം, അവൻ്റെ കാര്യങ്ങൾക്ക് മുടങ്ങാതെ പോകും എന്ന് വെച്ചാണ് ഈ സംഭവങ്ങളെന്ന് മർദ്ദിച്ചത്. എന്നെ അടിച്ചോടിച്ച് എന്നെ കൊന്ന്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അവനൊരു പുല്ലൻ പോലെ അവിടെ അതിനൊരാഴ്ചയ്ക്ക് മുമ്പ് അവിടുത്തെ നാസറക്കാരനും തകിൽക്കാരനും മറ്റെല്ലാവരുമായി ഭയങ്കര അടിയും ബഹളവും ഇല്ലാത്ത എല്ലാം ഉണ്ടാക്കി അവരെ ഗ്രൂപ്പ് കിട്ടാൻ പരാതികളെല്ലാം കൊടുത്തു. വിജിലൻസ് ഓഫീസറും പലരും വന്ന് അവിടെ അന്വേഷണമൊക്കെ ആയിരുന്നു. കാരണം ഇവരൊക്കെ ഇവൻ്റെ കമ്പനിക്ക് ചേരുന്നില്ല. അതുകൊണ്ട് ഈ മർദ്ദനം നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചാണല്ലോ? അകത്ത്, നാലമ്പലത്തിന് പുറത്തും മതിൽക്കെട്ടിനകത്തും. ഈ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ശിവേലി നടക്കുന്ന സമയത്താണ് എന്നെ. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ല, ഒരാരുമല്ല. പണ്ടെങ്ങാണ്ടായിരുന്നൊക്കെ പറയുന്നില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല. പക്ഷേ ഇപ്പം യാതൊരു കാര്യമില്ല. അയാളുടെ ഒരു സ്ഥിരം തൊഴിൽ അവിടെ കമ്മിറ്റിക്കാരെ ആയാലും ചീത്ത വിളിക്കുക, അവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുക. ഇവൻ്റെ ഒരു സ്ഥിരം തൊഴിലാണ് മദ്യപിക്കുക, വേറെ ജോലിയൊന്നും. എത്ര നാളുകൊണ്ട് അവിടെ ജോലിക്ക് ഞാനിപ്പോൾ കയറിയിട്ട് 6 ദിവസമേ ആയുള്ളൂ. അച്ഛന് എത്ര വയസ്സുണ്ട്? എനിക്ക് 73 വയസ്സുണ്ട്. നമ്മുടെ പ്രായത്തെ ഒക്കെ മാനിച്ച് ആൾക്കാർ ചേട്ടാ എന്നുള്ള വിളിയായിട്ട് നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പ്രവൃത്തി വരും. എൻ്റെ തലയ്ക്ക്, പിന്നെ നട്ടലിൻ്റെ താഴെ, പിന്നെ പുറത്ത്
ഇവിടെ എല്ലാം വലിയ മുറിവുകളാണ്. എല്ലാം മുറിവുകൾ. ഈ ഓടിൻ്റെ കഷ്ണങ്ങൾ എന്തോ പാറയോ ഓടോ കൊണ്ടുവന്ന് തോർത്തിനകത്ത് അടിച്ചുകൊണ്ട് ഈ മുറിവുകൾ വലുതായിട്ട് വരാതിരിക്കും ദണ്ണം തട്ടത്തക്ക വിധമാണ് അവൻ അടിച്ചിരിക്കുന്നത്. എൻ്റെ പ്രായത്തെ പോലും മാനിക്കാത്ത രീതിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ ആ അടിയിൽ പുള്ളിയുടെ തലയ്ക്ക് ആദ്യത്തെ അടിയുണ്ട്. അത് ആ പരിക്ക് ഫോട്ടോയിലുണ്ട്. ആ പരിക്ക് നല്ലോണം അദ്ദേഹം അത് കൈവച്ച് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ മരണം വരെ സംഭവിച്ചേനെ. ആ മാതിരിയുള്ള അടിയാണ് അടിച്ചത്. എന്നിട്ട് പുറത്തും 3-4 അടി അടിച്ച് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴി വാങ്ങിച്ച് FIR ഇട്ടു. ഒറിജിനൽ FIR ഞാൻ കണ്ടില്ല. ഇതിൻ്റെ സംഭവം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് നോൺ ബെയിലബിൾ സെക്ഷനാണുള്ളത്. ശീവേലി തടഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇയാളെ തടഞ്ഞു നിർത്തി വളരെ മോശമായ ചീത്തയെ വിളിച്ചത്. എന്നിട്ട് ശീവേലി കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ വടക്ക് വശത്ത് ആ നടപ്പാതയിലവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കും പുറത്തുമൊക്കെ അടിച്ചതാണ്. അപ്പോൾ ഈ അമ്പലത്തിനകത്ത് കയറുമ്പോൾ ട്രസ്പാസിംഗ് ആണ്, 452 ഇടേണ്ടതാണ്, അത് നോൺ ബെയിലബിളാണ്. പിന്നെ 153 ഇടേണ്ട ശീവേലി തടസ്സപ്പെടുത്തിയത് അതിട്ടില്ല. 308 യഥാർത്ഥത്തിൽ ഇടേണ്ടത്, എന്നിട്ട് അത് വിട്ടിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന് അല്ല ഈ ദേവസ്വം ബോർഡിലെ താൽക്കാലിക ജീവനക്കാരൻ്റെ അയാളുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തിയതിന് 353 ഇടേണ്ടത്, അത് വിട്ടിട്ടില്ല. ഉപദേശക സമിതി സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ മാറ്റി. ജനങ്ങളെല്ലാം എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ ഇദ്ദേഹം ആളുകൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക, സ്ഥിരമായി ശല്യമാണ്. ഇതിനകത്ത് കയറി ഇദ്ദേഹവും 1-2 താൽക്കാലിക ജീവനക്കാർ സ്ഥിരമായി മദ്യപാനമായിരുന്നു ക്ഷേത്രത്തിനകത്ത്. അത് നമ്മൾ ദേവസ്വം ബോർഡിൽ പരാതിപ്പെട്ട് ഇദ്ദേഹമായിട്ട് മദ്യപിക്കുന്ന ഒരാളിനെ പിരിച്ചുവിട്ടു. പകരം ആ മദ്യപിക്കുന്ന ആളിന് പകരം വന്ന ജീവനക്കാരനാണ് ഈ വേണമെന്ന് പറയുന്ന ആൾ. അത് പുള്ളി 76 വയസ്സുള്ള ആളാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. വളരെ സാത്വികനായ ഒരാളാണ്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഈ മാതിരി ദേവോദരം ഏൽപ്പിച്ചത്. കാരണം പറഞ്ഞത് ഇതിനകത്ത് കയറി കാരണം പറഞ്ഞത് ഈ തിമില എന്ന് പറയുന്ന സാധനമുണ്ട്. അതിങ്ങനെ നീളമുള്ള സാധനമാണ്. അതിങ്ങനെ അടിച്ചടിച്ചാൽ പോകുന്നത്. അതിന് വലിയ സൗണ്ടൊന്നുമില്ല, അത് ചെറിയ സൗണ്ടേ ഉള്ളൂ. അതിൻ്റെ സൗണ്ട് വളരെ മോശമാണെന്നും പറഞ്ഞാണ് കാരണം. ഒരു കാരണം കണ്ടെത്തിയതാണ്. ഏകദേശം ഒരു 10:45 കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ശിവേലി നടക്കുന്നത്. അത് ഈ ഭാഗത്ത് നമുക്ക് ശിവേലി നടക്കുന്നത്. തൂർത്തിനകത്ത് കല്ലോ എന്തോ സാധനം കെട്ടി തലയ്ക്കും ഒക്കെ അടിക്കുകയാണ്. തലയിലൊക്കെ നല്ല പരിക്കാണുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങൾ ഈ കേസ് കണ്ടേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് ഞങ്ങൾ ഭരണസമിതി മുന്നോട്ട് പോകാനാണ് ഭരണസമിതിയുടെ തീരുമാനം. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താ കാരണം എന്നറിയത്തില്ല. അത് ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചായിരിക്കാം. അത്രയാണ് ഇന്നലെ ഉണ്ടായത്. കാരണം ഈ ഇദ്ദേഹമായിട്ട് മദ്യപിക്കുന്ന ഒരാളിനെ പിരിച്ചുവിട്ടു. പകരം ആ മദ്യപിക്കുന്ന ആളിന് പകരം വന്ന ജീവനക്കാരനാണ് ഈ വേണമെന്ന് പറയുന്ന ആൾ. അത് പുള്ളി 76 വയസ്സുള്ള ആളാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. വളരെ സാത്വികനായ ഒരാളാണ്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ഈ മാതിരി ദേവോദരം ഏൽപ്പിച്ചത്. അപ്പോൾ വിരോധം എന്ന് പറഞ്ഞാൽ ഈ മണിക്കുട്ടനെ മാറ്റി ഇയാളെ ജീവനക്കാരനായി തിരഞ്ഞെടുത്തതിനുള്ള വിരോധം കൊണ്ടാണ് ഈ വിജയൻപിള്ള ഇങ്ങനെ ദേവോദരം ഏൽപ്പിച്ചത്.